ദുഃഖവും നിരാശയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ട്, അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയാനുള്ള കാര്യം അവരുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. അവർക്ക് ലഭിച്ചതിനെ നല്ലതായിട്ട് കാണുന്നു. അവർക്ക് ലഭിച്ചതിന് കുറവുകൾ ഒന്നും ഇല്ലാതെ നന്മകൾ മാത്രം കാണുന്നു. അതുകൊണ്ടാണ് അവർക്ക് അറിയാം അവർക്ക് ലഭിച്ചത് കുറവുകളുണ്ട്, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞതല്ല എന്ന് അവർക്കറിയാം. എന്നിട്ടും അവരതിനെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. അതാണ് ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, നമുക്കറിയാം കാഴ്ചയിലും സ്വഭാവത്തിലും വളരെയധികം കുറവുകളുണ്ട്. എന്നിട്ട് പോലും വളരെയധികം ഫാമിലികൾ സന്തോഷമായിട്ട് നീങ്ങുന്നതിൻ്റെ കാരണം ആ കുറവ് അംഗീകരിച്ചു. എന്നിട്ട് അവരുടെ ഉള്ളിലുള്ള നന്മകളെ സ്വീകരിച്ചും സ്നേഹിച്ചും അംഗീകരിച്ചും അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് കരുതി ഒരു നിധിയായിട്ട് കണക്കാക്കുന്നു, നന്ദി പറയുന്നു. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷമുള്ളത്. നിരാശയുടെ കാര്യം പറയുമ്പോൾ ദൈവത്തിൽ